മേടിച്ചു വെച്ചിരിക്കുന്ന മെലാമിൻ പാത്രങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയണം. നല്ല കത്തി മാത്രമേ മേടിക്കാവൂ. തിളക്കം കണ്ടോണ്ടും വഴിയരികുന്ന ഷർട്ടും കോട്ടും ഇട്ടവൻ വിൽക്കുന്ന കണ്ടോണ്ടും ഒക്കെ മേടിച്ചോണ്ട് വരരുത്. ആഡംബരമുള്ള ബിഗ് ബസാറിൽ നിന്നാണ് മേടിച്ചോണ്ട് വന്ന് വരുന്നത്. നല്ല കൊല്ലന്റെ കയ്യിൽ നിന്ന് നല്ല കത്തി മേടിക്കാൻ പഠിക്കണം. അലുമിനിയം, ഇൻഡാലിയം, നോളിയം, സ്റ്റീൽ പാത്രങ്ങളിൽ പാചകം ചെയ്യരുത്. ചോറ് അലുമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും പാചകം ചെയ്യുമ്പോൾ ആവി അടപ്പിത്തട്ടി അതിലേക്ക് വീണ് കണ്ടാമിനേറ്റഡായി ബാക്ടീരിയയും അമീബയും എല്ലാം ഉണ്ടാവും. വൈകുന്നേരം ആവുമ്പോഴേക്ക് വളിക്കും. കലത്തിലും കൽച്ചട്ടിയിലും ഉണ്ടാക്കുമ്പോൾ അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്ന കൂട്ടാനും മറ്റും തീ വലിച്ചാൽ തിളനിക്കും. കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന കൂട്ടാൻ വാങ്ങി താഴെ വെച്ചാലും തിളച്ചുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ല? ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവണം. അതിനകത്ത് വെള്ളം നല്ലോലെയുള്ളപ്പോ സാമ്പാർ, വെള്ളം നല്ലോലെയുള്ളപ്പോ അവിയല് വാങ്ങി അടച്ചു വെച്ചാൽ വിളമ്പാറാകുമ്പോഴേക്ക് വെള്ളം പറ്റിപ്പോവും. അത് പ്രിസർവ്ഡ് ആവും. അപ്പൊ മൺകലങ്ങൾ, മൺചട്ടികൾ, കൽച്ചട്ടികൾ ഇവയൊക്കെ പ്രിസർവേഡ് ആയിട്ട് ഭക്ഷണത്തെ സൂക്ഷിക്കുന്ന ദിവസങ്ങളോളം. പഴയ ആളുകൾ തീയിലും അതുപോലുള്ള കറികളും ഒക്കെ വെക്കുമ്പോൾ ദിവസങ്ങളോളം ഇരിക്കും കേടുവരാതെ. നിങ്ങളുടെ പുതിയ പാത്രങ്ങൾ അതിന് പറ്റൂല. അലുമിനിയം ശുദ്ധജലത്തോട് റിയാക്ട് ചെയ്യും. അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും. അതിൽ ചോറ് വെച്ചാൽ അലുമിനിയം ഓക്സൈഡ് ഫ്രീ ആയിട്ട് അകത്തിയില്ലും. മനസ്സിലായില്ല? അതിനകത്തേക്ക് പാളംപുളിയും കുടംപുളിയും തക്കാളിയും വേവിക്കുമ്പോൾ അലുമിനിയം സിട്രേറ്റും അലുമിനിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറേറ്റും എല്ലാം ചെല്ലും. അലുമിനിയത്തിന്റെ എല്ലാ സോൾട്ടും ട്യൂമർ ആക്ടിവിറ്റി ഉള്ളതാണ്. ആധുനിക കാലത്ത് കാണുന്ന ട്യൂമറുകളും ക്യാൻസറുകളും അലുമിനിയത്തിന്റെ സംഭാവനയാണ് അധികവും. അതുകൊണ്ട് അവ വന്നവരെങ്കിലും ഇത് ഒഴിവാക്കണം. പ്രഷർ കുക്കർ ഉൾപ്പെടെ അലുമിനിയം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. പുതിയ തലമുറയിലെ പിള്ളേര് കക്കൂസി പോവില്ല. നിങ്ങൾ മുതിർന്നവർ തന്നെ വീട്ടിൽ അലുമിനിയം പാത്രമാണെങ്കിൽ വിരലിട്ടൊക്കെ ആ മലമെടുത്ത് കളയുന്നത്. അല്ലാതെ സ്വച്ഛന്തമായി പോവില്ല. അപ്പൊ തന്നെ രോഗമാണെന്ന് തീരുമാനിക്കണം. പഴയ കാലത്താണെങ്കിൽ കാർന്നമാര് നോക്കും മലബന്ധമുണ്ടോന്ന്. അതിന് വേണ്ടത് ചെയ്യും. ഇത് ദീർഘകാലം മലബന്ധം ഇരിക്കുമ്പോൾ ബ്രെയിനൊക്കെ ഡെഫിക്കേറ്റിംഗ് സെന്റർ എല്ലാം തട്ടിപ്പോവും. SNM കോംപ്ലക്സ് മാറി മറിയും. ഇതൊക്കെ അറിയാതെ എവിടെയെങ്കിലും ഇരിക്കുന്ന കളസം ഇട്ടവൻ ബയോകെമിസ്ട്രി പഠിച്ചു, പതോളജി പഠിച്ചു, മറ്റത് പഠിച്ചു, മണ്ണാങ്കട്ട പഠിച്ചു എന്ന് പറഞ്ഞ് അവൻ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കിയ മരുന്ന്, ഏതെങ്കിലും റപ്പ് പറഞ്ഞു കൊടുത്തത് എഴുതി തന്നാൽ ഉടനെ നിങ്ങളുടെ ആരോഗ്യം രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും നിങ്ങളെയും ഒന്നിച്ച് കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട കാലമായി. ഇവരൊക്കെ ഇടുന്ന കയ്യും കാലും വെച്ച വർഗം. ശരിയല്ല. അവിടെ ശരിക്കും ആലോചിക്കുക. നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. പാത്രങ്ങളൊക്കെ ശുദ്ധമായിരിക്കണം. ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ അണുക്കളെ ഉണ്ടാക്കുന്നതാ, അണുവില്ലാതാകുന്നതല്ല. ഫ്രിഡ്ജും ഫ്രീസറും AC ഒക്കെ അണുവില്ലാതാകുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. റൈറ്റ്? ഇന്ന് വരെ നിങ്ങളിൽ ഒരുത്തനും ഒരുത്തിയും നോക്കിയിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിക്കുന്ന 3 ദിവസമായ പാചകം ചെയ്ത ആഹാരം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്ക്. വൈറസ് ഉണ്ടോ, വൈറസ് ഫ്രീ ആണോ, അമീബ ഫ്രീ ആണോ, ബാക്ടീരിയ ഫ്രീ ആണോ എന്ന്. അല്ലാതെ പരസ്യം കണ്ട് മേടിക്കാതെ. തിരിച്ചാ ധരിച്ചിരിക്കുന്ന ആണോ? വിദ്യാഭ്യാസമുള്ള നിങ്ങൾ തിരിച്ചാ ധരിച്ചിരിക്കുന്ന. ആരെങ്കിലും ഒരുത്തം വിചാരിക്കുന്നുണ്ടോ ഇത് വൈറസ് ഫ്രീ ആണ് എന്ന് ധരിച്ചല്ലേ ഇത് മേടിച്ചിരിക്കുന്നത്? ചോദ്യം മനസ്സിലായില്ല? അതുകൊണ്ട് ശരിയാവണ്ണം ഇരുന്ന് ആലോചിക്കുക. 1490-കളില് ഇന്ത്യയിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരുടെ ആഗമനം കഴിഞ്ഞ് ഇന്ത്യയിൽ മാരകമായ വിധം സിഫിലിസും ഗൊണേറിയയും വിതയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് അവർ നോക്കിയപ്പോ ഇന്ത്യയിൽ അത് കത്തിപ്പടർന്നില്ല. കാരണം ഇന്ത്യയിൽ സൂര്യന്റെ പ്രകാശം ഉള്ളത് കൊണ്ട് വൈറസും അമീബയൊന്നും നിൽക്കില്ല. ഹൃദ്രോഗത്തിന് ഇളവേലും ഉണ്ടാൽ മാറും. അതുകൊണ്ട് ഈ നാട്ടിൽ ഹൃദ്രോഗം അധികം വന്നില്ല.
മഞ്ഞപ്പിത്തം ഈ രാജ്യത്ത് വളരെ കുറവായിരുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. കാരണം മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കൾ സൂര്യപ്രകാശത്തിൽ നിൽക്കില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒന്നും. അതുകൊണ്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഉണ്ടാക്കിയ മരുന്നുകൾ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ വിഷമമാണെന്ന് കണ്ട പാശ്ചാത്യ ഗവേഷകന്മാരും ഇന്ത്യൻ ഗവേഷകന്മാരും ഇന്ത്യൻ ഭരണാധികാരികളും കൈകോർത്ത് പിടിച്ച് കമ്മീഷൻ മേടിച്ചപ്പോൾ നിങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം ചില്ലിട്ട് അകത്ത് AC ആക്കി. സൂര്യപ്രകാശം കടന്നു വരരുതെന്ന് തീരുമാനിച്ചപ്പോൾ അവയിലെല്ലാം അണുക്കൾ വേണ്ട വിധം പ്രവർത്തിക്കാൻ തുടങ്ങി. ബാംഗ്ലൂരും IT മേഖലയിലും AC-യിലിരുന്ന് പണിയെടുക്കുന്നവന്റെ ലിവർ തട്ടിപ്പോകാൻ തുടങ്ങി. സൂര്യപ്രകാശത്തിന് വിപരീതമായി പ്രതിപ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവനിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങി. പ്രായമായവർക്ക് പനക്കകത്തിരുന്ന് AC-യിലെ ജീവിതം കൊണ്ടുപിടിച്ചപ്പോ എല്ലിന് തേയ്മാനം വന്നു തുടങ്ങി. എല്ലിന് ബലമുണ്ടാക്കുന്ന വൈറ്റമിൻ D സൂര്യന്റെ സംഭാവനയായിരുന്നു. ഇന്ത്യയിൽ ഒരാൾക്കും ആ രോഗം ഉണ്ടായിരുന്നില്ല വാർദ്ധക്യകാലത്ത്. ഇന്നെല്ലാത്തിനും ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോ ഇംപെർഫെക്റ്റയും ബഹളവുമായി വളരാൻ തുടങ്ങി. വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? അമേരിക്കയിലും ഇംഗ്ലണ്ടിലും സൂര്യപ്രകാശം ഇല്ല. ഇവിടുത്തെ സന്ധ്യാസമയത്തിന്റെ വെളിച്ചമേ അവിടെയുള്ളൂ. അവിടെ നടമാടിയിരുന്ന രോഗത്തിന് അവിടെ ഉണ്ടാക്കിയ മരുന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതിന് പാകത്തിന് അമേരിക്കയെ പോലെ ഉണ്ടാക്കുക കെട്ടിടങ്ങൾ, അതേ രീതിയിൽ ജീവിതം തുടരുക. അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമയും വന്നാൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നൂലുബന്ധമില്ലാതെ എല്ലാം പറിച്ചു കളഞ്ഞ് കടൽ തീരത്തൂടെ നടക്കുക. ഇന്നലെ അങ്ങനെ നടന്ന ഇന്ത്യക്കാരൻ ഇപ്പോ അങ്ങനെ അല്ലാതെ നടക്കുമ്പോൾ അത് കാണാൻ പോയി നോക്കുകയും ചെയ്യുക. വിവരം കേട്ട വർഗം. ശരിയല്ല. എന്റെ ഒബ്സർവേഷൻ ഒക്കെ തെറ്റാ? ശരിക്കും ആലോചിച്ച് നോക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് ആരോഗ്യത്തിന് നേരാവണ്ണം ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഉള്ള മരുന്നും കുണ്ടാമണ്ടിയും മേടിച്ച് കഴിക്കാൻ നോക്കാതെ. ആരോഗ്യത്തിനൊരു ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതി ആരോഗ്യം, അല്ലാതെ ആശുപത്രിയും മരുന്നുമല്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ രണ്ടിനെയും സമീപിക്കാവൂ. മൈദ തുടരുത്. ഗോതമ്പിന്റെ തവിടുമുമിയും കളഞ്ഞ് നാരില്ലാത്ത ഭാഗം മാത്രം എടുത്ത് അതുകൊണ്ട് തന്നെ കുടല് പോവും. അതിൽ അലോക്സാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ചേർത്ത് സോഫ്റ്റ് ആക്കുമ്പോൾ സോഫ്റ്റ്നറായി ചേർക്കുന്ന അലോക്സാൻ ബ്രെയിനെ ബാധിക്കുന്നതും പിറ്റ്യൂട്ടറിയെ നശിപ്പിക്കുന്നതും ബീറ്റാ കോശങ്ങളെ കൊന്നുകളയുന്നതുമാണ്. ഗർഭകാലത്ത് ബേക്കറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഏറെ താമസിയാതെ പ്രമേഹം ഉണ്ടാവും. ഏതാണ്ട് 480 പര അവതാരങ്ങളുള്ളതാണ് മൈദ. ബണ്ണ്, കേക്ക്, ബിസ്ക്കറ്റ്, റസ്ക്, നൂഡിൽസ്, സേമിയെ, അടപ്രഥമനുള്ള അട, വീട്ടിലേക്ക് വറക്കാനുള്ള കൊണ്ടാട്ടം മുഴുവൻ, കശുവണ്ടി, ബിരിയാണി റൈസ് എല്ലാം മൈദയാണ്. എന്താ നോക്കുന്നു? കശുവണ്ടിയും ബിരിയാണി റൈസും പറഞ്ഞാണോ? കശുവണ്ടിയും ബിരിയാണി റൈസും പറഞ്ഞാണോ? ട്രെയിനിൽ പോകുമ്പോൾ ഒരു പാക്കറ്റ് കശുവണ്ടി വാങ്ങിക്കുക. പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന കശുവണ്ടി എല്ലാം ഒരുപോലെ ഇരിക്കും. ലോകത്തിൽ ഏത് കശുമാവാണ് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന കശുവണ്ടി വരുന്നു. കോമൺ സെൻസ് ഉണ്ട് ആരും. എല്ലാം ഒരേ വലിപ്പം, ഒരേ രീതിയിൽ കുണ്ടി നീണ്ടത്. ഇത്ര കൃത്യമായിട്ട് കശുവണ്ടി ഉണ്ടാക്കി ഏത് നാട്ടിലെ കശുമാവായത്? ചോദ്യം മനസ്സിലായില്ല. ചോദ്യം പിടിയിട്ടില്ല എന്ന് തന്നെയല്ല. ഈ കശുവണ്ടി നിങ്ങൾക്ക് എത്ര രൂപയ്ക്കായില്ലേ? 120 രൂപ കിലോ. 80 രൂപ നിങ്ങളുടെ വീട്ടിൽ വന്നെടുക്കും കശുവണ്ടി തൊണ്ടോടുകൂടി. ഈ ആഴ്ചത്തെ വില റൈറ്റ്. കശുവണ്ടി വിറ്റൊരു ആരും ഇതിനകത്തില്ലേ? ആരെങ്കിലും ഒറ്റൊരാളില്ല. 80 രൂപ കശുവണ്ടിക്ക് ഇപ്പൊ വിലയുണ്ടെന്ന് അറിയാമോ? അതുമില്ല. അറിയാം. 80 രൂപയാ ഇന്നത്തെ വില.
80 രൂപയ്ക്ക് വീട്ടിൽ നിന്ന് മേടിച്ചാൽ 90 രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടണം കടയിൽ കൊണ്ട് കൊടുത്താൽ. അവിടുന്ന് കശുവണ്ടി ഫാക്ടറിയിലേക്ക് എത്തിയാൽ അതിന് 100 രൂപയെങ്കിലും വില വരും. ഒരു 10 രൂപയെങ്കിലും ഒരു കിലോ ലാഭം കിട്ടണം. ഇല്ലെങ്കിൽ ഇറക്കും കയറ്റും കൂലിയൊന്നും മുതലാവില്ല. 10 രൂപ ഏറ്റവും കുറഞ്ഞതാ പറഞ്ഞത്. 100 രൂപയ്ക്ക് അവിടെ എത്തിയാൽ 1 കിലോ കശുവണ്ടി തല്ലി പൊട്ടിച്ചാൽ 200 ഗ്രാം കശുവണ്ടി പരിപ്പ് കിട്ടില്ല. 1 കിലോ 100 രൂപയ്ക്ക് മേടിച്ചത് കശുവണ്ടി പരിപ്പ് വിൽക്കണമെങ്കിൽ 500 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? പിടികിട്ടിയില്ല കണക്ക്. ആ കശുവണ്ടി പരിപ്പ് നിങ്ങൾക്ക് 120 കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം അത് കശുവണ്ടി പരിപ്പാണോ നോക്കണ്ടേ? പിന്നെ നിങ്ങൾ സൂര്യനമ്പൂരിപ്പാടിന്റെ വർഗമായതുകൊണ്ട് എന്തുലേ ഇല്ലെങ്കിൽ മാധവി ആയാലും മതി നൽകാൻ. കാരണം നിങ്ങൾ വർഗാതാണല്ലോ. കാരണം കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം പണ്ടേ കളഞ്ഞു കുളിച്ചില്ലേ. മറിച്ച് ആദ്യം ആലോചിച്ച് നോക്കണം, ഈ ഗണിത യുക്തി നോക്കണം. ഈ കൊണ്ട തരുന്ന സാധനം ഇവൻ എങ്ങനെയാ 140 തരുന്നതെന്ന്. ഇനി ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്ക്. അതിനകത്ത് കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. കശുവണ്ടിയുടെ മൈദ, കശുവണ്ടിയുടെ എണ്ണ, കപ്പലണ്ടി പരിപ്പ്. അപ്പൊ കപ്പലണ്ടി പരിപ്പും പൊട്ടുകടലയും മൈദയും ഒക്കെ അരച്ച് അണ്ടിനെയും ചേർത്ത് കൃത്യമായി അച്ചിനകത്തുണ്ടാക്കി പാക്ക് ചെയ്താണ് ഈ സാധനം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വായിക്കാൻ കയ്യിൽ ലെൻസ് വേണം. ആ സമയം ചില ബാങ്കിന്റെ പേപ്പർ ഒപ്പിടിക്കാൻ കൊണ്ടിരുന്ന പോലെ ബാങ്ക് ലോൺ തരും. വന്ന് നമ്മോട് വാചകം അടിക്കും. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടവൻ, തയ്യും ഒക്കെ കെട്ടിയാ വരുന്നേ, ഫയലും ഒക്കെ ആയിട്ടാ വരുന്നേ. ഇരുന്ന് അവനങ്ങ് വാചകം അടിക്കുമ്പോ നിങ്ങൾ വണ്ടി മേടിക്കാനായാലും നിങ്ങൾ ലോൺ എടുക്കാനാണെങ്കിലും ഈ 32 പേപ്പറിലും ഒപ്പിടുകയുള്ളൂ. വായിക്കില്ല. കാരണം വായിക്കാൻ പറ്റുകയില്ലാതെ എഴുതിയിരിക്കുന്നത് ഉറുമ്പിന്റെ വലിപ്പത്തിലാ. ലെൻസ് ഒന്നും കൊണ്ടൊന്ന് വായിച്ച് അന്നേരം ഒപ്പിടാൻ പോകില്ല. കാശും ആവശ്യമാ. ഇവൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ഓർത്ത് ഒപ്പിട്ട് കൊടുക്കും. 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് വീട് ജപ്തി ചെയ്യാൻ വരുമ്പോ ഭാര്യയും മക്കളും ഭർത്താവും കൂടി കെട്ടിത്തൂങ്ങും. അങ്ങനെയായി ആത്മഹത്യ ഉണ്ടാകുന്നത്. അല്ലാതെ ആവശ്യത്തിന് ലോൺ എടുത്തതല്ല. അതൊക്കെയാ ഈ നാട്ടിലെ കാർഷിക ലോണും മറ്റതും മറിച്ചതും ഒക്കെ. പലിശയേ ഇല്ലാന്ന് പറഞ്ഞാൽ ഒപ്പിടിച്ച് മേടിച്ചോണ്ട് പോയെ. ചില ബാങ്കൊക്കെ ഇതിന് വളരെ മിടുക്കന്മാരുവാ. എന്ന് പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന കുനുകുനാന്ന് അത് മേടിച്ച് ഞണ്ണുന്നതിന് മുമ്പ് വായിക്കണം. അതിൽ കണ്ടന്റ് എന്താണ്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് പേര് കേട്ടാൽ തോന്നും കൂവപ്പൊടിയാണെന്ന്. പക്ഷെ അതിനകത്ത് കൂവപ്പൊടി എന്നൊരു കണ്ടന്റ് ഇല്ല. കണ്ടന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ വേറെ എല്ലാ സാധനവും ഉണ്ട്. മൈദയുണ്ട്, പക്ഷെ കൂവപ്പൊടി ഇല്ല. പിന്നെ ആരോ റൂട്ടെന്ന് എഴുതിയിരിക്കുന്നതോ അതതിന്റെ ട്രേഡിനെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരോ റൂട്ടെന്നാ. ഇതൊക്കെ തിന്നേച്ച് രോഗം മാറാൻ നടന്നാൽ ഇത് വല്ലതും കഴിക്കുന്നവരൊന്നും ഇതിനകത്തോട്ട് കയറരുത്. നിങ്ങൾ പൊങ്ങച്ചക്കാരാ. നല്ല പാക്കറ്റ് കണ്ടാൽ തിന്നാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അമേരിക്കയിലെ സായിപ്പും മദാമ്മയും തൂർന്നത് കളയാൻ അമേരിക്കയ്ക്ക് മടി വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നല്ല പഞ്ചസാര ലായനിയിൽ വരട്ടി നല്ല വർണ്ണക്കടലാസിൽ ട്രൈപ്പാക്കിൽ പൊതിഞ്ഞ് കേരളത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് പൊളിച്ച് മക്കളുടെ വായി കൊടുത്ത് കടലാസ് നിൽക്കുന്ന പെണ്ണുങ്ങളുള്ള കാലമായത്. കാരണം അതിനകത്ത് വിദ്യാഭ്യാസം. ഇസ് ഇറ്റ് ട്രൂ? അതിന്റെ കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കാൻ, അത് എന്ത് ചെയ്യുമെന്ന് നോക്കാൻ, കഴിക്കാവുന്നതാണോ എന്ന് നോക്കാൻ അപ്പി കുടിക്കുന്ന കാലം ശരിയല്ല. കുപ്പിക്കകത്ത് അപ്പി കിട്ടും. അത് കുറച്ചവിടെ ഒന്ന് തുറന്നെടുത്ത് കുറച്ച് കുടിച്ചേച്ച് അവിടെ വെച്ചാൽ 2 ദിവസം കഴിയുമ്പോ ഇത് അപ്പിയാവും. ഇതൊക്കെയാ അടിച്ചു കയറ്റുന്നത്. എന്നിട്ട് ആരോഗ്യം. അതൊക്കെ കഴിക്കുന്നവരുടെ മരുന്ന് വാങ്ങരുത്. ഈ വക സാധനങ്ങൾ ഏതുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ, കൊഴുക്കട്ട, ഇടിയപ്പം, പുഴുക്കലരിപ്പുട്ട് തുടങ്ങി ഈ നാട്ടില് മര്യാദയ്ക്ക് പാരമ്പര്യത്തിൽ കഴിച്ച സാധനങ്ങൾ കഴിക്കാൻ മനസ്സുള്ളവരും മര്യാദയ്ക്ക് അതിന് അധ്വാനിക്കാൻ സമയമുള്ളവരും മടി പിടിക്കാത്തവരും നല്ല ആഹാരം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ വീട്ടിൽ ആളുള്ളവരും
അല്പം വിറക് എത്തിക്കാൻ മനസ്സുള്ളവരും ഒക്കെ ആണെങ്കിൽ മാത്രമേ മരുന്ന് മേടിക്കാൻ ഇവിടെ നിൽക്കാവൂ. നിങ്ങളുടെ പൊങ്ങച്ചത്തിന് പറ്റിയ മരുന്നൊന്നും ഇവിടെയില്ല. വരണ്ടായിരുന്നു എന്നിപ്പോ തോന്നില്ലേ? അബദ്ധായി എന്ന് തോന്നില്ലേ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഈ കണ്ട കാലം ഒന്നും രോഗം ഉണ്ടായില്ല. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഒരു ചെറിയ സാധനം കഴിച്ചാൽ മതി കെണിയാ മാറ്റി തരാം. അതെ, അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ട് അകത്തോട്ട് കയറണം. അതൊക്കെ കയറാം. അത് എങ്ങനെ വേണമെങ്കിലും മറ്റിന് കിടക്കാൻ പറഞ്ഞാലും കിടക്കാം. ഇവിടെ തന്നെ കിടക്കണം. ഇത് ലോകം മാറുമ്പോ ഇതിന്റെ കാര്യം പറഞ്ഞു ചുമച്ചിട്ടും അതെനിക്ക് ഇഷ്ടമായി. അതെല്ലാം മാറി കിട്ടും. വിഷമിക്കണ്ട, മാറും. അത് മാറ്റി പല ബുദ്ധിക്കാൻ തോന്നില്ല. ഇതിന്റെ ജീവൻ എന്ത് ആവശ്യത്തിനൊന്നും നടക്കാനായി കിട്ടാൻ എന്താ വേണ്ടത് അതൊന്നും ചെയ്തു തരും. ആയിക്കോട്ടെ, ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യം ഓർക്കണം. മുട്ടേറ്റ് ചെയ്ത യാതൊരു സാധനവും കഴിക്കരുത്. ഒന്നും കഴിക്കില്ല. 10 കോഴിയാണ്. പറഞ്ഞുതരാം. 10 കോഴിയാണ് ഒരു കോഴി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരുന്നത്. ബുദ്ധിയിൽ ഏറ്റവും കൂടിയ പക്ഷികളിലെ ജീവിയാണ് കോഴി. ഏറ്റവും ബുദ്ധിയുള്ള ജീവി കോഴിയാണ് പക്ഷികളുടെ കൂട്ടത്തിൽ. അതിന് സ്വതന്ത്രമായി നടക്കാനാവില്ല, ചെകഞ്ഞ് തിന്നാനാവില്ല, അതിന്റെ ഇഷ്ടത്തിൽ പെറുക്കി തിന്നാനാവില്ല. അതിന്റെ ബ്രെയിൻ എത്ര മാറി മറിയും. അടുത്ത് നിൽക്കുന്നതിനെ അത് കൊത്തിക്കൊല്ലും. കൊല്ലാതിരിക്കാൻ, സ്വന്തം ശരീരം കൊത്തി മുറിക്കാതിരിക്കാൻ ചുണ്ട് കണ്ടിച്ചാ വളർത്തുന്ന നാമക്കല്ലില് ഒരു വർഗം. ചുണ്ട് കണ്ടിച്ചാ വില കുറയുന്നതുകൊണ്ട് ഇപ്പൊ കോണ്ടാക്ട് ലെൻസാ വെക്കുന്നത്. ഒന്നാമത് ഞാൻ കൊണ്ടുപോയി കാണിക്കാം. കോണ്ടാക്ട് ലെൻസ് എടുത്തിട്ടായി മാംസം വിൽക്കാനായിട്ട് പോകുന്നത്. 27 ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്തതാണ്. 40 ദിവസം വരെ തിന്നാം. 40 കഴിഞ്ഞാൽ നാരായി. 48 ദിവസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴി 47-ാമത്തെയോ 48-ാമത്തെയോ ദിവസം ഹൃദയം പൊട്ടി മാത്രമേ ചാകുന്നുള്ളൂ. ഒരെണ്ണം അല്ലാതെ ചാകുന്നില്ല. 48 ദിവസത്തിനപ്പുറത്തേക്ക് പോവുകയുമില്ല. ഇങ്ങനൊരു സാധനമാണ് നിങ്ങളുടെ ഇന്നത്തെ മുഖ്യപക്ഷം. ഒന്ന്, അതിൻ്റെ അകത്തുണ്ടാകുന്ന കോപതാപാദികൾ നിങ്ങളുടെ ബ്രെയിനെ എങ്ങനെ ബാധിക്കും? കോഴി, ബ്രോയിലർ, ബ്രോയിലർ കോഴി മുതലായവർ തിന്നവരുടെ കുട്ടികളിൽ കാണുന്ന ഓട്ടിസം, മുതലായവരുടെ കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾ, മുതലായവരുടെ കുട്ടികൾ 5 വയസ്സിലും 4 വയസ്സിലും കാണിക്കുന്ന രതിവൈകൃതങ്ങൾ, മാസ്റ്റർബേഷൻ തുടങ്ങിയ പരിപാടികൾ 5-ഉം 4-ഉം വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. വീട്ടുകാർക്ക് നാണക്കേട് കൊണ്ടിരിക്കാൻ പറ്റൂല. കാണുന്ന ആളുകളുടെ മുഖത്ത് തുപ്പൽ, അടിക്കൽ, ഇടിക്കൽ, ഇതൊക്കെ കണ്ടിട്ടെങ്കിലും മുമ്പ് ഈ വീട്ടിൽ ഇങ്ങനെയുള്ളത് ഉണ്ടായില്ല. ഇപ്പൊ ഈ ബ്രോയിലർ ചിക്കൻ മേടിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ മുതലാണെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടാകാതെ വീണ്ടും കോഴിയെ വാങ്ങിച്ചു കൊടുക്കുന്ന നിങ്ങളെ വറുത്തു കൊടുക്കേണ്ട സമയമായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ഒരെണ്ണത്തിന് പോലും ഇതില്ല. അതുകൊണ്ട് ഈ സാധനം തിന്നരുത്. ഫോറിനിൽ പോയി അധ്വാനിച്ചിട്ട് വന്നവൻ കാശിന്റെ ഹുങ്ക് കൊണ്ട് ഭാര്യയും വിളിച്ച് 5 സ്റ്റാർ ഹോട്ടലിലോട്ട് കയറി അവൾക്ക് കോഴിയും പൊറോട്ടയും മേടിച്ചു കൊടുത്ത് ഇവൻ സുലൈമാനി അടിച്ച് അവിടെ ഇരിക്കുമ്പോൾ, കാരണം ഇവൻ അധ്വാനിച്ച പണമായതുകൊണ്ട് പറയും എനിക്കൊരു സുലൈമാനി അത് മതി. ശരിയാണോ? ഇവിടെ അടിച്ച് തീറ്റ കഴിഞ്ഞാൽ ഉടനെ അവന്റെ കരണത്തൊന്ന് കൊടുത്ത് ഡ്രൈവറുടെ കൂടെ പോകും. അതിന് പിന്നെ കരഞ്ഞുകൊണ്ട് കിടക്കുകയും ഇനി അങ്ങ് സന്യാസം സ്വീകരിച്ച് കളയാമെന്ന് വിചാരിച്ച് രുദ്രാക്ഷമാല ഇടാനായിട്ട് പല സ്വാമിയെ സമീപിക്കുകയും ചെയ്യുമ്പോൾ സ്വാമി പോലും വിചാരിക്കും ഞാനും ഇങ്ങനെ ഒന്നാണ്. അതുകൊണ്ട് ആദ്യം ഈ തീറ്റ നിർത്തണം. നിർത്തിയിട്ടേ മരുന്ന് മേടിക്കാവൂ. കാണുന്നതെല്ലാം തിന്നാൻ കൊള്ളുന്നതല്ല. ഇനി എങ്ങനെയാണ് ഈ കോഴി വളർന്നത്? കോൺട്രാസെപ്റ്റീവ് ഹോർമോൺസ് അതിന്റെ ശരീരം മുഴുവൻ വളരാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ പെൺപിള്ളേർക്ക് മുഴുവൻ മീശ, ആൺപിള്ളേർക്ക് മീശയില്ല.
ആൺപിള്ളേർക്ക് മീശയില്ലാത്തതുകൊണ്ട് ആണുങ്ങളുടെ ബാർബർ ഷോപ്പൊക്കെ അടച്ചുപൂട്ടി. പെൺപിള്ളേർക്ക് മീശ വന്നതോടുകൂടിയും കാലേ രോമം വന്നതോടുകൂടിയും ഒക്കെ ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ് പുതിയ പേരിൽ ബ്യൂട്ടി പാർലർ എന്ന പേരിൽ എല്ലാവരും തുടങ്ങി. ശരിയല്ല, ശരിയല്ല. ആദ്യകാലത്ത് അവിടെ ഇവിടെയും ഊശാന്താടി പോലൊരു 3-4 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്ലക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഇതിന്റെ എണ്ണം കൂടിയപ്പോൾ അടുത്ത തലമുറ വാക്സ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിൽക്കാതെ ഒന്ന് കട്ടി കൂടിയ മീശയായപ്പോൾ വേദന കൂടാൻ തുടങ്ങിയപ്പം ഇലക്ട്രോളിസിസ് ആയി. ഇപ്പോ ഇലക്ട്രോളിസിസിലും പിടിക്കാതെ വന്നപ്പോൾ വടിക്കലായി. ഇപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ പണ്ട് പുരുഷന്റെ മുഖത്ത് സ്ത്രീയുടെ മുഖം മുട്ടുമ്പോഴാ കുറ്റിരോമത്തിന്റെ സുഖം അറിഞ്ഞത്. ഇപ്പൊ തിരിച്ചായി തുടങ്ങി. ഇതൊക്കെ നുണയാണെങ്കിലും കന്നത്തല്ല. നേരുണ്ടോ? നേരുണ്ടോ ഈ പറഞ്ഞത്? ഈ വികൃത ജീവിതം, പരിഷ്കൃത ജീവിതം, ഇതിനാ നിങ്ങൾ എഴുന്നള്ളി ഈ ജാഥയൊക്കെ നയിച്ച് പുരോഗതി എന്ന് പറയുന്നത്. ഇതിന് വികൃത ജീവിതം എന്നാ പറയുക. ഇതിന് പകരം മര്യാദയ്ക്കുള്ള ആഹാരം കഴിക്കണം, കോഴിയെ തിന്നരുത്. ഇത് മാത്രമല്ല, 1960കളിൽ പെൺകുട്ടികൾ 17, 18, 19, 20 വയസ്സിൽ ആദ്യത്തെ മെൻസസ് കാണിച്ചെങ്കിൽ 1980 അത് 14 വയസ്സായി. 90 അത് 12-13 വയസ്സായി. 2000 ആണ്ടിൽ അത് 11-12 വയസ്സായി. ഇപ്പൊ 10 വയസ്സിൽ താഴെ. 6 മുതൽ 10 വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിൽ പെൺകുട്ടികളാണെന്ന് അറിയിക്കും. ആൺകുട്ടികൾക്ക് നേരത്തെ ബീജം വരും. അതുകൊണ്ട് 8 വയസ്സുള്ള ആൺകുട്ടിയെയും കെട്ടിപ്പിടിച്ച് കിടന്നാൽ ചിലപ്പോൾ അമ്മ പ്രസവിക്കും. 11 വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടി പോലീസിൽ വിളിച്ചു പറയും. കാരണം ഇത് ദേഹത്ത് തൊട്ടിരിക്കുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ സ്ത്രീയാ. കാലം മാറിയെന്നോർത്ത് വേണം അടുക്കയിരുത്താൻ. കൊച്ചു കുഞ്ഞുങ്ങളല്ല ഇതൊന്നും, കുഞ്ഞാണെന്ന് തോന്നും. കാലം അത്രയും മാറിയിരിക്കുക. മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു പ്രസവവും ഇല്ല കേരളത്തിൽ. 290 ദിവസം തികഞ്ഞിട്ടൊരു പ്രസവം ഇപ്പൊ കേരളത്തിലില്ല. സമയം ഇങ്ങോട്ട് താന്നു 150 ദിവസം വരെയായി. ആശുപത്രി നാണക്കേടിന് പരസ്യവും കൊടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആശുപത്രിയിൽ 150 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിച്ചു. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു. കേമമായിട്ടാ വിചാരിച്ചിരിക്കുന്നത്. ആയുസ്സും അത്രയും കുറയും. അത് ഈ സാധനമൊക്കെ തിന്നിട്ടാ. കാരണം മൈറ്റോസിസ് വേഗത്തിലാണ്. ഒരു കോഴി പൂർണ്ണ വളർച്ചയെത്താൻ 27 ദിവസമേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മൈറ്റോസിസ് 2 കൊല്ലം എടുത്ത സ്ഥാനത്ത് 27 ആയെങ്കിൽ അത് കഴിക്കുന്നവന്റെ മൈറ്റോസിസ് എത്ര വേഗമാവും? കോശത്തിന്റെ ട്രില്യൺ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇത് പ്രവർത്തിക്കും? ഇതൊക്കെ പഠിപ്പുള്ള നിങ്ങൾക്ക് ചിന്തയില്ല, അറിയില്ല. നേരത്തെ പറഞ്ഞ 20 ട്രില്യൺ, 20 കഴിഞ്ഞ് 18 പൂജ്യം ഇടുന്നിടത്തോളം ദ്രുതഗതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഈ കോശങ്ങൾ, ഈ മൈറ്റോസിസ് ഗതിവേഗം കൂട്ടുന്ന കോൺട്രാസെപ്റ്റീവ് ഹോർമോൺസ് മുഴുവൻ കൊടുത്ത സാധനം. 40% കേരളത്തിന്റെ വന്ധ്യത. ഈ കോൺട്രാസെപ്റ്റീവ് ഹോർമോൺ അകത്തേക്ക് ചെല്ലുന്നത്. കുട്ടി ഉണ്ടാകുന്നില്ല, മെൻസസ് ഇല്ല, വന്നാ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇതൊക്കെ സ്ത്രീയുടെ പ്രശ്നം. പുരുഷന് ബീജശേഷിയില്ല. കാരണം തിന്നുന്നത് മുഴുവൻ സീഡ്ലെസ്. തള്ള മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന മുന്തിരിങ്ങയോ ആപ്പിളും ഒക്കെ അകത്ത് കുരുവില്ലാത്തതാ. അതിന്റെ വംശവർദ്ധനവിനുള്ള കുരു കളയാനുള്ള ഒരു ഹോർമോൺ കയറ്റിയ സാധനം 5 വയസ്സ് മുതൽ കുഞ്ഞിന് തിന്നാൻ കൊടുത്ത് 20 25 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചിട്ട് ഇവനെ ചുമന്നുകൊണ്ട് കിടക്കുകയാണ് ഉരുളി അമർത്താൻ. സന്യാസിയെ കൊണ്ട് ജപിപ്പിച്ച് പഴം കൊടുക്കാൻ. പഴം കൊടുത്താലൊന്നും പോരാ. ഭാര്യയ്ക്ക് ശേഷിയുണ്ടെ അയാളുടെ അടുക്ക കൊണ്ട് താമസിപ്പിക്കേണ്ടി വരും. കുട്ടി ഉണ്ടാകണമെങ്കിൽ വേറെ ആളിനെ തേടേണ്ടി വരും. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കണം. കുട്ടി ഉണ്ടാകണമെന്നും കുടുംബജീവിതം വേണമെന്നും തീരുമാനിക്കുന്നവൻ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ സീഡ്ലെസ്സും കാണുന്ന അന്തകവിത്വമൊന്നും തിന്നരുത്. പഴയ കാലത്ത് തള്ളമാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് 2 പഴം ഒന്നിച്ചു ചേർന്നിരിക്കുന്നതോ 3 എണ്ണം ഒന്നിച്ചു ചേർന്നതോ കഴിച്ചാൽ പോലും പെൺകുട്ടികളോട് പറയും, നിന്റെ ബ്രെയിനിൽ ഇതിന്റെ ചിത്രം വീണാൽ നിനക്ക് കുട്ടികളുടെ എണ്ണം കൂടും. അതുകൊണ്ട് ഇരട്ടപ്പഴമൊന്നും നീ തിന്നരുത്. പേട്ട് തേങ്ങ എടുത്തുകൊണ്ട് വരുമ്പോ
പ്രായമായ വയസ്സന്മാർ അതിന് മധുരം കൂടുതലാ, തിന്നോട്ടെ, ഇനിയിപ്പോ പിള്ളേരൊന്നും അയക്കു വേണ്ടല്ലോ, ഇവിടെ നീ കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രയെങ്കിലും കോമൺ സെൻസ് വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുമല്ലോ. എന്തിനാ പഠിക്കാൻ പോയി? എത്ര കൊല്ലം പഠിച്ചു? ഉടുത്തൊരുങ്ങാനും അണിയാനും കണ്ണാടിക്ക് മുമ്പിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കാനും നരച്ചാൽ അത് മുഴുവൻ കറപ്പിക്കാനും ഒക്കെ അല്ലാതെ കാലണയുടെ വിവരമുള്ള വർഗമാണോ നിങ്ങൾ? എന്തിനായി മരുന്ന് മേടിക്കാൻ രാവിലെ വന്നത്? ഞാനീ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതാണോ? ഏതെങ്കിലും ഒരു കാര്യം? ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ പിള്ളേരെ വളർത്തുന്നു, കല്യാണം കഴിച്ചിരിക്കുന്നു, സാമൂഹ്യ ജീവിതം പുലർത്തുന്നു, കുടുംബം കൊണ്ടുപോകുന്നു, വിദ്യാഭ്യാസം വേണ്ടുവോളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ഉത്തരം ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു? നിങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഈ പറഞ്ഞതെല്ലാം ചിന്തിച്ച് മര്യാദയ്ക്കാണോ ജീവിക്കുന്നത്? മേളാങ്കിച്ച് നടക്കാനല്ലാതെ പിള്ളേരെ വളർത്താനോ കുടുംബം പുലർത്താനോ മര്യാദയ്ക്ക് സാന്ത്വനത്തോടെ ജീവിക്കാനോ ഒന്നും അറിയില്ല. ജാഥ നയിക്കാൻ അറിയാം, മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് എറിഞ്ഞ് മുദ്രാവാക്യം മുഴക്കാൻ അറിയാം, മറ്റുള്ളവരെ പറ്റിക്കാൻ അറിയാം. അതെന്തറിയാം അല്ലാതെ ഈ വിദ്യാഭ്യാസം കൊണ്ട്? കടുങ്കയാണോ ഞാൻ ചോദിച്ചത്? കടന്നൂരെ ഞാൻ ചോദിച്ചത് കടുങ്കയാണോ? തരാത് കഴിയുമ്പോ കഴിഞ്ഞാൽ ഉടനെ തരാം. ഞാൻ പറഞ്ഞത് തെറ്റില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് പുനർചിന്തനം ചെയ്യും. മരുന്നൊക്കെ മേടിക്കുന്നതിന് മുമ്പ്, അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെയും നിങ്ങളുടെ ജീവിതക്രമത്തെയും ഒന്ന് പുനർചിന്തനം ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് വേണ്ടി വരില്ല. 10 പാപങ്ങൾ ചെയ്യരുത്. അന്നം പരിശുദ്ധമായിരിക്കണം. എന്ത് അകത്തേക്ക് കഴിക്കുന്നതിന് മുമ്പ് ആലോചിച്ചിട്ടേ അകത്തേക്ക് എടുത്തു വെക്കാവും. അതിലെ പരസ്യം കണ്ടോ, നിറം കണ്ടോ ഒന്നും മേടിച്ചെടുക്കരുത്. 3, രോഗം മാറാൻ ഒരു മരുന്ന് കഴിച്ചാൽ ഇവിടുന്നും മരുന്ന് മേടിക്കണമെന്നില്ല. ഒരു മരുന്ന് കഴിച്ചാൽ രോഗം മാറും. അത് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് മരുന്ന് മേടിച്ചാലും മാറില്ല. ആ മരുന്നിന്റെ പേര് കൃതജ്ഞത. അച്ഛന്റെ ബീജം അമ്മയുടെ അണ്ടം യോജിച്ച് സൈഗോട്ടുണ്ടായാൽ ആ അച്ഛനോടുള്ള കടപ്പാട്. വെളുത്ത ഒരു പെണ്ണിനെ കിട്ടിയാലോ ഒരു പണക്കാരന്റെ കൈ പിടിച്ചാലോ ഉടനെ തന്തയും തള്ളയെ നിഷേധിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ അമൃതകലയും വിഷകലയും ഉണ്ട്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്തയെ നിഷേധിക്കുന്നു, തള്ളയെ നിഷേധിക്കുന്നു, വിഷകല സജീവമാവും. ഓട്ടോടോക്സിൻ പുറപ്പെടും, IgG മാറും, IgM മാറും, IgA മാറും, CD4 മാറും, CD8 മാറും. വേറെ ഒരു പണിയില്ലാതെ മാറും. അതുകൊണ്ട് ഏതൊരുത്തനും അവൻ ഉണ്ടാക്കുന്നതിന്റെ 10-1 എത്ര കോടീശ്വരനാണ് തന്തയെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. താൻ വളർത്തിയ തൻ്റെ മകൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരെണ്ണത്തിൽ കിട്ടുന്ന ആനന്ദം തനിക്ക് കിട്ടിയ സ്വത്തിലൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അയാളിൽ നിന്നുണ്ടാകുന്ന ഒരു തരംഗം അസ്നാവിരം, സ്നായുക്കളില്ലാതെ നിങ്ങളുടെ കോശാന്തരത്തിലേക്ക് കടന്നു ചെല്ലും. ആ കൃതജ്ഞതയുടെ നിമിഷം നിങ്ങളുടെ സകല രോഗവും പോവും. തന്തയ്ക്ക് കൊടുക്കാത്തവനൊന്നും മരുന്നിന് നിൽക്കരുത്. 10-1 തന്തയ്ക്ക് കൊടുക്കും. തന്ത കോടീശ്വരനാണോ, കാശ് എന്നൊക്കെ കൂടുതലുണ്ടോ, അതൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അച്ഛന് കൊടുക്കാത്ത ഒരുത്തനും മരുന്നിനകത്ത് കയറും. തന്തയെ നിഷേധിക്കരുത്, ചീത്ത വിളിക്കരുത്.
ആരോഗ്യത്തിലെ പ്രധാന മരുന്ന് ആ കൃതജ്ഞതയാണ്. തള്ളയ്ക്ക് കൊടുക്കരുത്. കാരണം കൊടുക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. തന്തയുടെ 1000 മടങ്ങാ തള്ള. പെറ്റ തള്ളയേക്കാൾ മുകളിൽ ആരുമില്ല. അച്ഛൻ ശപിച്ചാലും അമ്മയൊന്ന് ചിരിക്കാനിടയായാൽ ആ ശാപം പോകും. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത് നിങ്ങൾ ചെറുതാകരുത്. അമ്മ എടുത്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ആദ്യം പറഞ്ഞപ്പോൾ സന്തോഷമായി, അമ്മയ്ക്ക് കൊടുക്കണ്ടാവും. ശരിയല്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കാര്യം ഞാൻ ഈ ഇടയ്ക്ക് പറയുന്ന നുറുങ്ങാണ്. അത് നിങ്ങളുടെ നെഞ്ചില് ഇട്ടി വെട്ടുന്ന പോലെ കയറാനാണ് ഞാൻ പറയുന്നത്. അതില്ലെങ്കിൽ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം, കൃതജ്ഞത ഉണ്ടാവണം. അച്ഛനോടും അമ്മയോടും മാത്രം പോരാ, ലോകത്തെവിടെ അന്നം ഉണ്ടാക്കുന്നു അവരോട് മുഴുവൻ കൃതജ്ഞത ഉണ്ടാകണം. കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. കുറെ പേപ്പർ എടുത്ത് വട്ടമിട്ടാൽ ഒന്നും ഉണ്ടാവില്ല. ഈ മണ്ണിൽ ജീവനെ നിലനിർത്തുന്നത് അന്നം ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. അന്നം ഉണ്ടാക്കുന്നവർ, അന്നം ചുമക്കുന്നവർ, അന്നം പാചകം ചെയ്യുന്നവർ, ഇവരോടൊക്കെ നന്ദിപൂർവ്വം പെരുമാറും. അന്നത്തിന്റെ മഹത്വം അറിയണം. നിങ്ങളും നിങ്ങളുടെ പിള്ളേരും കഴിക്കുന്ന അന്നം വേറൊരുത്തന്റെ വേർപ്പാണെങ്കിൽ അവനെ നിങ്ങൾ പുച്ഛിക്കുമ്പോൾ, അവനെ ചീത്ത വിളിക്കുമ്പോൾ, അവൻ അർഹിക്കുന്നത് കൊടുക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ അവനെ കളിയാക്കുമ്പോൾ, അവൻ്റെ ശരീരം ഒന്ന് തപിച്ചാൽ, ഒന്ന് വേർത്താൽ നിങ്ങളുടെ മക്കളുടെ പ്ലേറ്റ്ലെറ്റ് മാറും, WBC മാറും. അതിന് വലിയൊരു അവിടെ എവിടെയോ കൊണ്ടുപോയാൽ ബ്ലാസ്റ്റ് കൂടിയത് കൊണ്ട് ALL M2 എന്നൊക്കെ എഴുതിങ്ങി തരാനേ പറ്റുള്ളൂ. അത് അവൻ തപിച്ചിട്ടാണ് ആ പനി പോകാത്തത്. മരുന്ന് കഴിച്ചാൽ മാറില്ല. അവൻ സമാധാനിക്കണം. അതുകൊണ്ട് നന്ദി, എവിടുന്ന് വെള്ളം കുടിച്ചാലും അന്നം കഴിച്ചാലും മറക്കാതെ നന്ദി ഉണ്ടാവണം. പലരുടെയും മരുന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. എന്നെ കാണുമ്പോൾ മണിയടിക്കാൻ ആ ഡോക്ടറെ ഈ ഡോക്ടറെ ഒന്നും ചീത്ത വിളിക്കരുത്. ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അവരോടൊക്കെ കൃതജ്ഞത വേണം. ഫലിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യദോഷമാണ്. ഞാൻ അവരൊക്കെ തന്ന മരുന്ന് നിങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കഴിയുന്നിടത്തോളം മരുന്നില്ലാതിരിക്കണമേ എന്ന് ആഗ്രഹിച്ചാ മരുന്ന് തരുന്നത്. അല്ലാതെ അവരോട് മത്സരിച്ചൊന്നുമല്ല ഞാൻ തരുന്നത്. എന്നെക്കാൾ പഠിപ്പുള്ളവരായിരിക്കും അവരെല്ലാം. പക്ഷെ നിങ്ങൾക്ക് ഫലിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞ കാരണങ്ങളെല്ലാം കാണും. അതുകൊണ്ട് ഇത്തവണ കൊണ്ട് ഇനി മരുന്ന് മേടിക്കേണ്ടി വരരുത് എന്ന് തീരുമാനിച്ചു, ഇനിയുള്ള ജീവിതം അങ്ങോട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ച് ശ്രദ്ധാപൂർവം വേണം മരുന്ന് മേടിച്ചുകൊണ്ടുപോകാൻ. ഒരാളെയും നിന്ദിക്കരുത്. ആലോചിച്ചിട്ടേ അകത്തേക്ക് കയറാം. കൃതജ്ഞത ശരീരം മുഴുവൻ വഴിഞ്ഞൊഴുകണം. കുടുംബത്തിൽ സ്നേഹം നിലനിൽക്കണം. മര്യാദാമസൃണമായി മരുന്നെടുത്തു കൊടുക്കണം. മരുന്ന് ഭക്ഷണവുമായി 15 മിനിറ്റിൻ്റെയെങ്കിലും വ്യത്യാസം പുലർത്തണം. മരുന്നും തമ്മിൽ 5 മിനിറ്റെങ്കിലും വ്യത്യാസം പുലർത്തണം. ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലേക്ക് ഷോറിലെയും അമലയിലെയും അമൃതയിലെയും പട്ടേലിന്റെയും വൈദ്യമഠത്തിന്റെയും മരുന്നുകൾ മേടിച്ചു വെച്ചിടത്ത് സ്വാമിയുടെ മരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് മേടിച്ചുകൊണ്ട് വയ്ക്കാനായിട്ട് കൊണ്ടുപോകരുത്. കൊടുക്കാനാണെങ്കിലേ കൊണ്ടുപോകും. സമയത്തെടുത്ത് കൊടുക്കണം. സമയത്ത് ആഹാരം കൊടുക്കണം. തൃപ്തികരമായി കൊടുക്കണം. വഴക്കുണ്ടാക്കാതെ കൊടുക്കണം. എടുത്തെറിയാതെയും വഴക്കുണ്ടാക്കാതെയും കഴിക്കണം. വേണ്ടാന്ന് പറഞ്ഞ് കഴിക്കരുത്. ഇത്രയെല്ലാം പാലിക്കണം. നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ മരുന്നെഴുതും. ഒരുപാട് പരിശോധനയൊന്നും ഉണ്ടാവില്ല. 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ മരുന്നെഴുതി. നിങ്ങൾ വിഷമിക്കും. കഴിക്കാവോ? മുഴുവൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ കാവൽ മാലാഖ കൂടെയുള്ളപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ പഠിപ്പ് എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാൻ എഴുതിത്തരുന്നത്. അതിന് വെറുതെ നിങ്ങളെ വാചകടിച്ച് കളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ സിമ്പിളായിട്ട് പണി കഴിയും. ചിലപ്പോൾ അപൂർവം ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം സത്യസന്ധമായി പറയണം. എഴുതി തന്ന മരുന്നുകൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം.
വൃത്തിയായി എടുത്തു കഴിക്കണം. ഇത്രയൊക്കെ പാലിച്ചാൽ രോഗം മാറും. എഴുതിത്തരുന്ന മരുന്നുകളിൽ ഉത്തമം പറിച്ചെടുക്കുന്ന മരുന്നാണ്, കമ്പനി മരുന്നുകളല്ല. ഏറ്റവും നല്ല മരുന്നുകൾ പറിച്ചെടുക്കുന്നവയാണ്. മുക്കുറ്റി, തിരുതാളി, നിലംപരണ്ട, നിലപ്പന തുടങ്ങിയ മരുന്നുകളാണ് ഉത്തമ മരുന്നുകൾ. അവ പറിച്ചെടുക്കണം. ഒരു മരുന്ന് പറിച്ചാൽ 2 എണ്ണം വെച്ച് പിടിപ്പിക്കണം. ചെടിയോട് പ്രാർത്ഥിച്ചിട്ടേ പറിച്ചെടുക്കാം. ഭൂമിയിൽ മനുഷ്യനേക്കാൾ സൂക്ഷ്മമായ ജീവനുള്ളത് ചെടിക്കും ഭൂമിക്കുമാണ്. ഭൂമിക്ക് ജീവനില്ലെന്നും മനുഷ്യന് ജീവനുണ്ടെന്നും ഈ മനുഷ്യനെ മുഴുവൻ വളർത്തുന്ന ഭൂമിക്ക് ജീവനില്ലെന്നുള്ള നിങ്ങളുടെ കണ്ടെത്തൽ അഹങ്കാരമാണ്. അതുകൊണ്ട് വിനയാന്വിതമായി വേണം ചെടികളോട് പെരുമാറാൻ. 5 മുക്കുറ്റിയും 5 കുരുമുളകും മതിയാവും ഏത് കൂടിയ ലങ് ഫൈബ്രോസിസും മാറാൻ. എത്ര ബീറ്റാകോശം നശിച്ച പ്രമേഹവും മുക്കുറ്റിയിൽ മാറി കിട്ടും. ഏത് വലിയ സ്ക്വാമസ് സെൽ കാർസിനോമയും ഒരു പെരിങ്ങലത്തിന്റെ വേരരെ ചടയുണ്ടാക്കി കഴിച്ചാൽ മാറും. പഴയ കാലത്ത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സ്ക്വാമസ് സെൽ കാർസിനോമ വരുന്നത് സർവിക്സിലായിരിക്കുമെന്ന് നല്ലപോലെ മനസ്സിലാക്കി സർവിക്സ് സ്മിയർ ദുഷിക്കാതിരിക്കുവാൻ അറിയുന്ന പഴയ വല്യമ്മമാർ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ഒരു വേരന്റെ, പെരിങ്ങലത്തിന്റെ, വട്ടപ്പലത്തിന്റെ എല്ലാം ഒരേ സാധനമാണ്, വേര് അരി ചേർത്തര ചടയുണ്ടാക്കി കൊടുക്കുമായിരുന്നു. വേത് അനത്തി കുളിപ്പിക്കുമായിരുന്നു. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പുതിയ ആശുപത്രി പ്രസവമൊക്കെ തുടങ്ങിയപ്പോൾ അഹങ്കാരത്തോടുകൂടി പുതിയ തരം നാപ്കിൻസുമൊക്കെ അണിഞ്ഞ് സുഖമായി തുള്ളിച്ചാടി നടന്ന കാലങ്ങളിൽ ഇന്ന് കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സ്ത്രീകളെയും സർവിക്സ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ RCC കണ്ടെത്തിയത് 100% സർവിക്സ് സ്മിയർ മലിഗ്നന്റ് ആണെന്ന്. ഒരാളെങ്കിലും ക്യാൻസർ ഇല്ലാത്തതില്ലാണ്. നിങ്ങളിൽ ആരുടെ കാര്യം എടുത്താലും മിക്കവാറും അങ്ങനെയായിരിക്കും. വെള്ളപ്പോക്ക്, മഞ്ഞ നിറത്തിലുള്ള പോക്ക് ഒക്കെയായി മാരകമായ രോഗങ്ങളിലേക്ക് വീഴുകയും പുരുഷൻ അത് വഹിച്ച് മറ്റ് ആളുകൾക്ക് കൊണ്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അതിന് പഴയ വല്യമ്മമാർ അന്ന് അരച്ചു കൊടുത്തതാണിന്ന് കീമോ കഴിഞ്ഞു പോലും വരുന്ന രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെങ്കിൽ, വായിച്ചാൽ മനസ്സിലാകുമെങ്കിൽ, സൈറ്റോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം. തെളിവുകൾ സഹിതം മാറിയത് എന്ന് തന്നെയല്ല, ആ ചെടിയുടെ വേര് കൃഷ്ണസ്വാമി രാജ എന്ന അമേരിക്കയിൽ നിന്ന് താമസിക്കുന്ന സയന്റിസ്റ്റ് വഴി ഇൻ വൈവോ ഇൻ വിട്രോ സ്റ്റഡി കഴിഞ്ഞ് ഇറക്കുമതി ചെയ്ത സർവിക്സ് സ്മിയറിൽ പരീക്ഷിച്ച് ഹീല സെല്ലിൽ ഉൾപ്പെടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. ബ്ലഫ് ചെയ്യാൻ പറഞ്ഞതല്ല. ഇതിനെന്നെ കാണാൻ വരിക പോലും വേണ്ട. നിങ്ങളുടെ നാട്ടിലെല്ലാം നിൽക്കുന്ന പഴയ കാലത്ത് പറമ്പ് മേടിക്കാൻ പോകുമ്പോൾ മണ്ണ് കച്ചവടത്തിനല്ല വാങ്ങിച്ചിരുന്നത്, മാഫിയകളുള്ള കാലമല്ല. അന്ന് ഒരു പറമ്പ് നല്ലതാണോ എന്ന് നോക്കിയിരുന്നത് അതിൽ പെരിങ്ങലം നിപ്പുണ്ടോ എന്ന് നോക്കിയ. ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധം ആയുർവേദത്തിന്റെ ക്ലാസിക് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, കേരളത്തിലെ വല്യമ്മമാരിൽ നിന്നാണ്. അവർക്കറിയുന്ന അറിവിന്റെ ഒരംശം പോലും നിങ്ങളുടെ വിദ്യാസമ്പന്നർക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. വിനയമുണ്ടാകണം. മുറ്റത്ത് നിൽക്കുന്ന ചെടികൾ മുത്തങ്ങ പറിച്ചു കൊണ്ടുവന്ന് തൊലി കളഞ്ഞ് ആട്ടുംപാലിൽ കാച്ചിത്തന്ന് കുടിച്ചവർ, പ്രായമായവർ ഇതിനകത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഒരു കടുക്കയുടെ തോടെടുത്ത് പൊടിച്ച് മോരിൽ ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ചു വെച്ച്, കാരണം ഇരുമ്പോ പിച്ചളയോ സ്റ്റീലോ പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചാൽ കടുക്ക പ്രതിപ്രവർത്തിക്കും, സ്റ്റീൽ അതിൽ ഉരുകിച്ചേരും. അതിനാണ് ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ചു വെച്ച് രാവിലെ കുടിപ്പിച്ച് വയറിളക്കിയിട്ടുള്ള തള്ളമാരെ നിങ്ങളിന്ന് മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ മുറ്റത്ത് ചെത്തിയും ചെമ്പരത്തിയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ആ ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും പറിച്ച് തേങ്ങാപ്പാലിൽ അരച്ചു കലക്കി കാച്ചി തലയിലും ദേഹത്തും തേപ്പിച്ച് ത്വക്ക് രോഗങ്ങൾ കുട്ടിക്കാലത്തുണ്ടാകാതിരിക്കാൻ, കരപ്പനുണ്ടാകാതിരിക്കാൻ ഒക്കെ പ്രവർത്തിച്ച് അമ്മമാർ ചെയ്തതെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് ഫോറിനിൽ നിന്ന് പണവും കിട്ടി വന്നപ്പോൾ
വീട്ടുമുറ്റത്തെ ചെത്തിയും ചെമ്പരത്തിയും തിരുതാളിയും നിലമ്പരണ്ടയും നിലപ്പനയും കൊത്തിപ്പറിച്ച് വണ്ടിയിൽ നിന്ന് പെട്രോളൂറ്റി കത്തിച്ചു കളയുകയും നിങ്ങളെ പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന തള്ളയെയും തന്തയെയും ഓൾഡ് ഏജ് ഹോമിലേക്ക് തള്ളിവിടുകയും അവർ വളർത്തിയ ഹൃദ്രോഗവും മറ്റും തടയാൻ കഴിവുള്ള പാല് തരുന്ന വെച്ചൂർ പശുവിനെ ചന നിറഞ്ഞു നിൽക്കുമ്പോൾ വെട്ടുകാരന് പിടിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയും കണ്ട് സഹിക്കാതെ അയൽവക്കത്തെ പ്രായം ചെന്നവൻ ആ മൂത്താര് കഷ്ടപ്പെട്ട് വളർത്തിയതാ ഇങ്ങ് തന്നേക്കൂ എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവിനെ കണ്ണു കാണിക്കും. ഭർത്താവ് കയറുമെന്ന് ചോദിച്ചു, അതിനെ അയാൾക്ക് കൊടുത്തേക്കട്ടെ, അയാൾ വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെട്ടുകാരൻ പറഞ്ഞത് 2000 രൂപയാണ്, അയാൾ 2500 തരാമെന്ന് പറഞ്ഞു. അതിന്റെ പാല് നമുക്കൊരു ഗ്ലാസ് കൊണ്ടുവന്ന് ഫ്രീ ആയി തരാമെന്ന് പറഞ്ഞു. കൊടുക്കട്ടോ? ഭാര്യ പറഞ്ഞു പാടില്ല, അതിനെ അവൻ അഴിച്ചു കെട്ടുമ്പോൾ നിങ്ങളുടെ തള്ളയുടെ ഓർമ്മ എനിക്ക് വരും, അതുകൊണ്ട് അതിനെ വെട്ടണം. ഇത്തരമൊരു സംസ്കൃതിയിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ, എല്ലാവരും എന്നല്ല ഭൂരിപക്ഷവും വരുമ്പോൾ, വീണ്ടും ചെടി വെച്ച് പിടിപ്പിക്കുക, വീണ്ടും അതിന് വെള്ളമൊഴിക്കുക, വീണ്ടും അത് പറിച്ച് കഴിക്കുക ഒക്കെ ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമാണ് പരിഹാരം. അത് മാത്രം. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നിൽക്കണ്ടൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. 2 ഡബിള് ഒരു ലെങ്കോട്ടി വാങ്ങിച്ചാൽ ഫ്രീ കിട്ടുന്ന കാലമാണ്. ശരിയാണോ? പാക്കേജിന്റെ കാലമായത്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു പാക്കേജും ഇല്ല. ആനുകൂല്യങ്ങളെ പ്രതിയോ പരസ്യത്തിന്റെ പ്രതിയോ നിൽക്കണ്ട. ശരിക്കാലോചിച്ചിട്ട് മനുഷ്യരെ പോലെ ആരോഗ്യത്തോടെ കുടുംബം മൊത്തം ആരോഗ്യത്തിൽ ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. ഏതാണ്ട് 2 മണിക്കൂർ 1.5 മിനിറ്റ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞു. സപ്തസാഗരങ്ങളെ ഉഴുതുമറിക്കുകയും ഗോളാന്തര ജൈത്രയാത്ര നടത്തുകയും ചെയ്ത കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇത്തരം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവനെ കണ്ടാൽ അപ്പ വെടിവെച്ച് കൊല്ലേണ്ടതാണ് എൻ്റെ അഭിപ്രായം. തോക്ക് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിലും എനിക്ക് അതിശയമൊന്നുമില്ല. ഈ മണിക്കൂറുകൾ ഇത്രയും നിങ്ങളോട് സംസാരിച്ചതിൽ തെറ്റുകളുണ്ടാവും, ശൈലീഭംഗങ്ങളുണ്ടാവും. അതെല്ലാം എന്റേതാണ്. ഏതൊരു കാര്യം നിങ്ങൾ പോയി പഠിക്കുമ്പോഴും ഗവേഷണം ചെയ്യുമ്പോഴും തെറ്റാണെന്ന് കണ്ടെത്തിയാൽ 100% എന്റേതാണ് ആ സാധനം. നിങ്ങൾക്ക് എന്നെ തല്ലാം, ഫൽസിക്കാം, എന്നും ചീത്ത വിളിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതില്ലേ നല്ലത്, അതെന്റെ അല്ല. ഒരു വാക്കുപോലും അതിനകത്ത് നല്ലത്, പ്രയോജനപ്രദമായത്, ശാസ്ത്രീയമായത് എൻ്റെ അല്ല, എൻ്റെ പൂർവികരുടെ, എൻ്റെ അച്ഛനമ്മമാരുടെയും എനിക്ക് മുമ്പേ ഈ മണ്ണിൽ ജീവിച്ചു പോയവരുമായ മനുഷ്യ സ്നേഹികളുടെയാണ്. എപ്പോഴെങ്കിലും ഒരു ബഹുമാനം തോന്നിയാൽ എന്നോട് വേണ്ട, അവരോട്. പാരമ്പര്യ ബഹുമാനമില്ലാതെ ഇതിനകത്തേക്ക് കയറുക. പാരമ്പര്യം മാത്രമാണ് അറിവ്, പുസ്തകത്തിലെ അറിവല്ല അറിവ്. പാരമ്പര്യത്തോട് മര്യാദ പുലർത്തുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും രോഗത്തിലേക്ക് വീഴില്ല. ആലോചിച്ച് കയറും. ഇനി പറയാം. ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സമുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് മാനസികമായ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി സ്വാമിജിയെ പോലുള്ളവരുടെ നൂറുകണക്കിന് സ്വാമിജിമാരുടെ ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അങ്ങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് കൂടുതൽ അവസരങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അത് നമ്മുടെ രാജ്യമാകെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകകൂടി ചെയ്യുന്നത് ഒരു ശരിയായ ആണ് എന്നെനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി പരമാവധി
ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പരമാവധി ചെയ്യും. ശരി, അതുകൊണ്ട് ആലോചിച്ച് നോക്കി. കൂടെ വന്നവരും അച്ഛനും അമ്മയും ആക്ടിവിസ്റ്റുകളും ഉണ്ടെങ്കിൽ അവർ മാറിയിരുന്ന് ആലോചിച്ചിട്ട് ഈ കാലഘട്ടത്തിന് നമ്മുടെ ഈ മരുന്നും പരിപാടിയൊക്കെ പറ്റുമോ എന്ന് നോക്കിയിട്ട് പേരെഴുതിയവർ അകത്ത് കയറുക, പേരെഴുതാനുള്ളവർ ആലോചിച്ചിട്ട് മാത്രം പേരെഴുതുക. പറഞ്ഞതൊക്കെ പാലിച്ചാൽ രോഗം മാറുന്നതാണ്. ശരിയെന്നാൽ